തിരുവനന്തപുരത്ത് വിതുരയിൽ കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞതിനെ തുടർന്ന് ആദിവാസി യുവാവ് മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. മരിച്ചത് വിതുര സ്വദേശി ബിനു. ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടും ആംബുലൻസ് വിടാൻ കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ല. നിർബൻ തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. നിർബൻ, എന്തൊരു ക്രൂരതയാണ് ഈ കാണിച്ചിരിക്കുന്നത്? ആംബുലൻസ് തടയുന്നു, അതിൽ ഒരു ആദിവാസി യുവാവ് കൊല്ലപ്പെടുന്നു. എന്താണ് ഈ കോൺഗ്രസുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഈ സംഭവം? തീർച്ചയായും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞെട്ടലുളവാക്കുന്ന വാർത്തയാണ്. ഈ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി, വിതുര മണ്ഡലം കമ്മിറ്റിയാണ് ഇത്തരത്തിലൊരു സമരം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിതുര സ്വദേശിയായിട്ടുള്ള ബിനു, 44 വയസ്സുള്ള ബിനുവിനെയാണ് ആശുപത്രിയിലേക്ക് ആസിഡ് കഴിച്ച് ഉള്ളിൽ ചെന്ന നിലയിൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അത് വിതുര ഈ കോളനിയിൽ നിന്ന്, ഈ ആദിവാസി ബിനു താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ പ്രദേശത്ത് നിന്ന് ഇവിടേക്ക് എത്തിക്കുന്നതിന് തന്നെ 8 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ നിന്ന് ഓട്ടോയിലാണ് അവർ ആശുപത്രിയിൽ എത്തിയത്. അവിടെ എത്തിയപ്പോൾ തന്നെ ആശുപത്രിയിൽ നിന്ന് അടിയന്തരമായി പെട്ടെന്ന് റെഫർ ചെയ്യുന്നു മെഡിക്കൽ കോളേജിലേക്ക്. ഈ മെഡിക്കൽ കോളേജിലേക്ക് ബിനുവിനെ കയറ്റുന്ന ആംബുലൻസാണ് അവിടുത്തെ മണ്ഡലം കമ്മിറ്റിയുടെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചത്. ബന്ധുക്കൾ തന്നെ ആവശ്യപ്പെട്ടിട്ടും ആംബുലൻസ് വിട്ടു നൽകിയില്ല. ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത് ഈ ആംബുലൻസ് തടഞ്ഞു വെച്ചത് സമയത്തിന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ബിനുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ ബിനുവിൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള മനോഹരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം വളരെ ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ സമയം മുതൽ തന്നെ ഒപ്പമുണ്ടായിരുന്ന ആളാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എന്താണ് ഇത് സംഭവിച്ചത്? ഇത് സംഭവിക്കുന്നത് ഒരു 2:30 മണി വരെ ആവും. ഇപ്പോൾ വിതുരയിൽ നിന്ന് 8 കിലോമീറ്റർ ഉള്ളിലാണ് ഈ ആദിവാസി മേഖല. അവിടെ സമയത്തിന് വാഹനങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഈ ബിനു അസറ്റ് കഴിച്ചു എന്ന് വെച്ചുകൊണ്ട് അവിടുത്തെ ചെറുപ്പക്കാരെല്ലാവരും കൂടെ ഒരു ഓട്ടോയിൽ വിളിച്ച് വിതുര ഹോസ്പിറ്റലിൽ എത്തിച്ചു. വിതുര ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവിടുത്തെ പ്രാഥമിക ചികിത്സ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഡോക്ടർമാർ പറഞ്ഞ് അടിയന്തരമായി മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. 108 വാഹനം, അപ്പോഴത്തന്നെ 108 വാഹനം അവരെ തന്നെ ആശുപത്രി പ്രവർത്തകർ അടിയന്തരമായി അവർ ആംബുലൻസ് റെഡിയാക്കി തന്നു. പക്ഷേ ഈ ആംബുലൻസ് റെഡിയാക്കി തരുന്നതിനോടൊപ്പം തന്നെ ഈ കോൺഗ്രസിൻ്റെ വിതുര മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകർ ആംബുലൻസിന് കുറുക്കെ നിന്ന് ആംബുലൻസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ 10-20 മിനിറ്റോളം അവർ പ്രതിഷേധം നടത്തുകയും ബന്ധുക്കൾ പറഞ്ഞിട്ട് പോലും അവർ ഇത് വിസമ്മതിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധം നടത്തിയത്. എന്ന് പറഞ്ഞാൽ ഇവിടെ മെഡിക്കൽ കോളേജിൽ വരുമ്പോൾ 20 മിനിറ്റിനുള്ളിൽ ബിനുവിനെ ഇവിടെ എത്തിച്ചിരുന്നുവെങ്കിൽ ഇവരെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം വിതുരത്തെ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളാണ്, മണ്ഡലം കോൺഗ്രസ്സുകാരാണ്. അതിന് ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടി ഉണ്ടാകണം. നിയമപരമായി അവരെ ശിക്ഷിക്കണമെന്നാണ് ഞങ്ങൾക്ക്. ഞാൻ പൊതുപ്രവർത്തകനാണ്, അഖിലേന്ത്യാ ആദിവാസി മഹാസഭയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഇത് സംഘടനാപരമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. ചേട്ടാ, ബിനുവിൻ്റെ ബന്ധു കൂടിയല്ലേ? എൻ്റെ കുഞ്ഞമ്മയുടെ മകനാണ് ഈ ബിനു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി മുതലേ അവരെ കൂടെയുണ്ട്. ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ഇവിടെ വിതുര പോലീസിൽ വരികയും പിന്നെ ഇവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കി ദുഃഖത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ബിനുകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടുപോകുന്നത്. ബിനുവിനെ അടിയന്തരമായ സാഹചര്യത്തിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് ഈ പ്രവർത്തകരോട് നമ്മൾ അഭ്യർത്ഥിച്ചില്ലേ? ബന്ധുക്കൾ അഭ്യർത്ഥിച്ചപ്പോൾ അവരെ മറുപടി എന്തായിരുന്നു? അതൊന്നും കേൾക്കണ്ട. അവർക്ക് പറയണ വണ്ടിക്ക് ടയറില്ല, വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല, മറ്റുള്ള പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് ആംബുലൻസിൻ്റെ ഫോട്ടോ സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആംബുലൻസിന് കുറുക്കെ നിന്നുകൊണ്ട് 108 ആംബുലൻസാണ് ഇന്നും ഇവിടെ രോഗികളെ കൊണ്ടുവരുന്നത്. ഇന്നലെ ബിനുകുമാറിനെ കൊണ്ടുവന്നത് ഈ 108 ആംബുലൻസിലാണ്. ഇൻഷുറൻസും ടയറും ഇല്ലാത്ത വാഹനം എങ്ങനെ ഓടും? ആ വാഹനമാണല്ലോ ഇന്നലെ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷേ അവർ ഇത് കരുതിക്കൂട്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. ആദിവാസികൾക്കെതിരെ നടത്തിയൊരു പ്രചരണമാണിതെന്ന് എനിക്ക് പറയാനുള്ളൂ. എത്ര പ്രവർത്തകരുണ്ടായിരുന്നു കോൺഗ്രസ്? 10ഓളം പ്രവർത്തകരുണ്ടായിരുന്നു. അവരുടെ ഫോട്ടോ സഹിതം ഉണ്ട്. കോൺഗ്രസിൻ്റെ ഏത് നേതാവാണ്? അവിടുത്തെ മണ്ഡലത്തിൻ്റെ നേതാവാണ്. മണ്ഡലം പ്രസിഡന്റ് നേതൃത്വത്തിലാണ് ഇത് നടത്തിയതെന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ എല്ലാവരെയും അറിയാം, പേരുകളെ മാത്രമേ എനിക്ക് അറിയാതെ ഉള്ളൂ. ബിനുവിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ബിനു എന്ത് ചെയ്യുന്ന ജോലിയായിരുന്നു? ഈ ഓട്ടോ ഓടുന്നുണ്ട്, കൂലിപ്പണിക്ക് പോകുന്നുണ്ട്, റബ്ബർ ടാപ്പിങ്ങിന് പോകും, മറ്റുള്ള കൂലിപ്പണികൾക്കൊക്കെ പോകും. ഭാര്യയും മകനും ഒരു മകളും ഉണ്ട്. മകളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ തൊഴിൽപരമായി ഇന്നലെ എന്തോ കാരണത്താൽ അസറ്റ് എടുത്ത് കഴിച്ചു. അത് മരണത്തിലേക്ക് ഇപ്പം ആഴ്ത്തിയത് കോൺഗ്രസ് പ്രവർത്തകരാണ്. ഏകദേശം അരമണിക്കൂറോളം തടഞ്ഞിട്ടു. അരമണിക്കൂറോളം വരും. നമ്മൾ അറിഞ്ഞിടത്തോളം അരമണിക്കൂറോളം ഇവരവിടെ തടഞ്ഞിട്ടു. എന്നിട്ട് ശേഷമാണ് വാഹനം ഡോക്ടർമാരുടെ ബന്ധുക്കളുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചയിലും ഒക്കെയാണ് ഇവരെ വിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വണ്ടി വിട്ടത്. വണ്ടി വിട്ട് ഇവിടെ വന്ന 20 മിനിറ്റ് കഴിഞ്ഞപ്പം ബിനുകുമാർ മരിക്കുകയുണ്ടായി. പരാതി നമ്മളിപ്പോൾ നൽകി. പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. അവിടുത്തെ DMO മെഡിക്കൽ ഓഫീസർ വിതുര പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. അവർ പരാതി വേണ്ട എന്ന്, പരാതി പിൻവലിക്കണമെന്ന് പല
ദൂതൻ വഴി അവർ സമ്മർദ്ദം ചെലുത്തിയിട്ടുമുണ്ട്. എന്തായാലും ഇതിൽ കർശന നടപടിയെടുക്കണം, ഈ പരാതി മുന്നോട്ട് പോകണം. തീർച്ചയായും മനു കേട്ടല്ലോ. കാരണം ഒരു ആദിവാസി യുവാവ് 44 വയസ്സുള്ള ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഈ ആസിഡ് കുടിക്കുന്നു. ഉടൻ തന്നെ നേരത്തെ മനോഹരൻ കാണി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയാണ്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ദൂര സ്ഥലമായതുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് അവിടെ എത്തിക്കാൻ ഏകദേശം 8 കിലോമീറ്റർ വേണം. അവിടെ ഓട്ടോയിലാണ് വളരെ ബുദ്ധിമുട്ടി ബന്ധുക്കൾ ബിനുവിനെ അവിടെ എത്തിച്ചത്. അതിനുശേഷം ഡോക്ടർമാർ പറയുന്നു അടിയന്തരമായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം, ഗുരുതരമായ അവസ്ഥയാണ്. പെട്ടെന്ന് തന്നെ ആംബുലൻസ് അവർ റെഡിയാക്കി തരുന്നു. ആ ആംബുലൻസിലേക്ക് ബിനുവിനെ കയറ്റി ആംബുലൻസ് പുറപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കൊടിയുമായി ഈ ആംബുലൻസിനെ കുറുകെ നിന്ന് ഇതിനെ തടസ്സപ്പെടുത്തുന്നത്. അപ്പോൾ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു എന്നാണ് മനോഹരൻ പറയുന്നത്. ഇത് ഗുരുതരമായ സാഹചര്യമാണ്, നിങ്ങൾ ദയവ് ചെയ്ത് ഒഴിവായി തരണം. അവസാനം ഡോക്ടർമാരും ആശുപത്രിയുടെ അധികൃതരും ബന്ധപ്പെട്ട് സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവസാനം ഈ കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റി അവിടെ നിന്ന് ആംബുലൻസ് തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ തന്നെ മനോഹരൻ പറയുന്നത് താമസിച്ച ഏകദേശം അരമണിക്കൂറോളം താമസം ഉണ്ടായി എന്നതാണ്. 20 മിനിറ്റിന് മുമ്പേ ഇവിടെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ബിനുവിനെ രക്ഷിക്കാനാകുമായിരുന്നു എന്നാണ് തന്നെയാണ് ബന്ധുക്കൾ വളരെ ദുഃഖത്തോടെ പറയുന്നത്. ഇത്തരം ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതാക്കൾക്ക്, വിതുരയിലെ നേതാക്കൾക്ക് പങ്കുണ്ട്. അവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് പോലീസിന് പരാതി നൽകിയിട്ടുള്ളത്. ഇത് ഈ വാർത്ത നമ്മൾ ആദ്യഘട്ടത്തിൽ കേട്ടപ്പോൾ തന്നെ വളരെ ഉത്കണ്ഠ തോന്നി. കാരണം അങ്ങനെ ഒരു കോൺഗ്രസിൻ്റെയൊക്കെ ഒരു പൊതുപ്രവർത്തകർ, പൊതുരംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്നവർ ഒരു ആംബുലൻസിൽ പോകുന്ന ആശുപത്രി പരിസരത്ത് തന്നെ അവർക്ക് തടസ്സമുണ്ടാക്കുന്ന തരത്തിൽ സമരം ചെയ്യാൻ പാടില്ല. പക്ഷേ അവിടെ ഒരു രോഗിയെ കൊണ്ടുപോകുന്ന ആംബുലൻസിനെ തടസ്സപ്പെടുത്തി അതിന് മാർഗ്ഗതടസ്സമുണ്ടാക്കി ഇങ്ങനൊരു മരണത്തിലേക്ക്, കുറ്റകരമായ നരഹത്യ എന്ന് തന്നെ പറയേണ്ടി വരും, മരണത്തിന് ഉത്തരവാദിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ മണ്ഡലം നേതാക്കൾക്കെതിരെ നടപടി വേണം എന്നതാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. മനു.